ഹായ് ഹലോ 10th പ്രിലിംസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിങ്ങിൽ ഇന്ന് നമ്മൾ 2023 202 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലെ ബയോളജി സെക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. 5 മുതൽ 10 വരെയുള്ള സയൻസ് ടെക്സ്റ്റ് ബുക്കുകൾ കവർ ചെയ്താൽ തന്നെ നമുക്ക് സയൻസ് ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ഒരുവിധം സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. 202/2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ സയൻസ് സെക്ഷനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. ക്ഷയം, ടൈഫോയിഡ്, ചിക്കൻ പോക്സ്, എലിപ്പനി. ഉത്തരം ക്ഷയം, ചിക്കൻ പോക്സ്. 10th പ്രിലിംസിന് മാത്രമല്ല ഒരുവിധം PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് ഈ രോഗങ്ങളെക്കുറിച്ചോ രോഗകാരികളെക്കുറിച്ചോ അത് പകരുന്ന വിധത്തെക്കുറിച്ചോ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ബയോളജി 10ാം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ആ ചാപ്റ്റർ പഠിച്ചാൽ തന്നെ ഈ ഭാഗം കവർ ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിൽ ഞാൻ വൈറസ് രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളും അവരുടെ പേരുകളും കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവരും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏത്? ചർവണകം, ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം. ഇതിൻ്റെ ആൻസർ കോമ്പല്ല്. 4 തരം പല്ലുകളാണ് മനുഷ്യർക്കുള്ളത്: ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഉളിപ്പല്ല് ആഹാരം കടിച്ചു മുറിക്കുന്നതിന് സഹായിക്കുന്നതാണ്. കോമ്പല്ല് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്നു. ചർവണകം മെയിനായിട്ട് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഭൂമിക, നിരാമയ, സമന്വയ, മൃതസഞ്ജീവിനി. ഇതിൻ്റെ ഉത്തരം ഭൂമികയാണ്. പക്ഷെ നിങ്ങൾ ഇതിൽ പറഞ്ഞ ബാക്കിയുള്ള പദ്ധതികളെക്കുറിച്ചും പഠിക്കുന്നത് നല്ലതാണ്. ഭൂമിക ലിംഗപദ്ധതിയുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾക്ക് ഇരയാവുന്നവർക്ക് വൈദ്യസഹായവും സൗജന്യ കൗൺസിലിങ്ങും നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഭൂമിക. അടുത്ത ക്വസ്റ്റ്യൻ, സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി. ഇത് വിറ്റാമിനുകളുടെ സെക്ഷനിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതുപോലെ വിറ്റാമിനെ കുറിച്ച് വേറെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ വിറ്റാമിനുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കുന്നത് നല്ലതാണ്. ഇവിടെ ഈ കട്ടിങ്സിൽ ഞാൻ ഈ വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളും അവയുടെ പേരുകളും കൊടുത്തിട്ടുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹീമോഗ്ലോബിൻ, കോശദ്രവ്യം, റൈബോസോം, പ്ലാസ്മ. അതിൻ്റെ ആൻസർ പ്ലാസ്മയാണ്. ഹീമോഗ്ലോബിൻ രക്തത്തിന് നിറം നൽകുന്നതാണ്, വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. കോശദ്രവ്യം, റൈബോസോം എന്നിവ കോശത്തിൻ്റെ ഭാഗങ്ങളാണ്. രക്തത്തിൽ 55% ദ്രാവക ഭാഗമായ പ്ലാസ്മയാണ്. ബാക്കി 45% രക്തകോശങ്ങളാണ്. രക്തകോശങ്ങൾ അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നിവയാണ്. അവയെക്കുറിച്ചുള്ളൊരു ഷോർട്ട് നോട്ടും പ്ലാസ്മയെക്കുറിച്ചും കൊടുക്കുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കരയിനങ്ങൾ അല്ലാത്തതേത്? നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ 2 തവണയെങ്കിലും വായിക്കണം. കണ്ടയുടനെ ആൻസർ ചെയ്യരുത്. ഇതിൽ സങ്കരയിനം ആയതല്ല, അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. പവിത്ര, അനാമിക, ഹ്രസ്വ, അർക്ക. ഉത്തരം അനാമികയും അർക്കയുമാണ്. ഞാനിവിടെ വേറെ ചില വിളകളുടെ സങ്കരയിനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ വേറെയും വിളകളുടെ സങ്കരയിനങ്ങൾ പഠിക്കാൻ നോക്കുക. ഈ സങ്കരയിനങ്ങൾ ഒരുവിധം ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമേത്? കരോട്ടിൻ, ക്ലോറോഫിൽ, ആന്തോസയാനിൻ, സാന്തോഫിൽ. ഉത്തരം ആന്തോസയാനിനാണ്. സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ജൈവകണങ്ങൾ. ആ ജൈവകണങ്ങൾ ഏതൊക്കെയെന്നും അവയുടെ ഫങ്ഷൻസൊക്കെ എന്താണെന്നും ഞാനിവിടെ ഒരു ഷോർട്ട് നോട്ടിൽ കൊടുക്കുന്നുണ്ട്. അത് വായിച്ച് നോക്കി പഠിക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ,
എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര്? ഹർഗോവിന്ദ് ഖുരാന, ആനന്ദ് മോഹൻ ചക്രവർത്തി, അനിൽ കാക്കോദ്കർ, അദിതി പന്ത്. ഇതിൻ്റെ ആൻസർ ആനന്ദ് മോഹൻ ചക്രവർത്തി ആണെങ്കിലും ബാക്കിയുള്ള ശാസ്ത്രജ്ഞന്മാർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നോക്കി വയ്ക്കുന്നതും നല്ലതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ്, തൃശ്ശൂർ. ആൻസർ കാസർഗോഡ്. ഈ സെക്ഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. സൈലൻറ്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമേത്? 1983, 1987, 1982, 1984. 1984 ആൻസർ. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇതോടുകൂടി നമ്മുടെ ഈ സെക്ഷനിലെ സയൻസിലെ ബയോളജിയിലെ 10 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.